വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ കുറച്ച് പച്ച ചക്ക ചുള പറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ പച്ച ചക്ക? എന്തിനാണെന്നറിയോ? കുറച്ച് ചക്ക വറുത്തത് ഉണ്ടാക്കാൻ. ഇപ്പം ചക്കയുടെ സീസണാണല്ലോ, അപ്പോൾ നമുക്ക് പച്ചച്ചക്ക കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചക്ക വറുത്തത്, വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനായിട്ട് കുറച്ച് ചക്ക വറുത്തത് തയ്യാറാക്കാം. മൂത്ത ചക്കയാട്ടോ, പച്ചയാണെന്ന് മാത്രം. അപ്പോൾ ഇത് നമുക്ക് ചക്ക വറുത്തത് ഉണ്ടാക്കാം. ഇന്ന് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ചുള എടുത്തിട്ട് ഇതിൻ്റെ അറ്റം രണ്ടും ഒന്ന് കട്ട് ചെയ്യാം. ഇവിടെയും കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ രണ്ടായി പൊളിച്ച് ഇതിൻ്റെ ഉള്ളിലെ കുരു എടുത്ത് മാറ്റാം. അതിന് ശേഷം നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം. അധികം കട്ടി വേണ്ട, ഏകദേശം ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ചെറുതായി നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കണം, ഒരേ തിക്നെസ് ആയിരിക്കണം, എന്നാലേ കറക്റ്റായിട്ട് അത് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചക്കയ്ക്ക് കളർ കുറവാണ്, കണ്ടോ, വെളുത്ത കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് അല്പം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടത്. കളറുള്ള ചക്കയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. ഞാനൊരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇടാം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം വയ്ക്കാം. അതിനുശേഷം ചക്ക ഒരു പകുതി ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് അല്പം കൂടെ ഫ്ലെയിം ചുരുക്കി വെച്ച് പിന്നെ അത് സാവധാനം വറുത്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരുന്നത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരുവിധം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ടോ, നമുക്കൊരു കിരികിര സൗണ്ട് കേൾക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞളും കൂടെ കലക്കിയ വെള്ളം ഇതിലേക്ക് തളിച്ചു കൊടുക്കാം. നമ്മുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്